നീ ഒരു ഈഗിളാണ്, നീ പറക്കണം. ഞാൻ ഇന്ന് വരെയും പറന്നിട്ടില്ല. പക്ഷെ നിനക്ക് പറക്കാൻ കഴിയും. അവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പറക്കാൻ കഴിയത്തില്ല. പക്ഷെ ആ കഴുകൻ പറഞ്ഞു, അല്ല, യു ആർ ബോൺ ടു ഫ്ലൈ, യു ആർ എൻ ഈഗിൾ. കോഴിയെ പോലെ ചെകഞ്ഞ് ജീവിക്കുന്നവരാണ് ഇന്ന് പലപ്പോഴും. ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്നവരാണ്. അശുദ്ധിയിൽ അടിക്കുന്നവരാണ് ഇന്ന് വിശ്വാസികൾ. എന്നാൽ വിശ്വാസികൾ ഇങ്ങനെ മണ്ണിനകത്ത് ചെകഞ്ഞു നടക്കാനായിട്ട്, ഈ ഭൂമിയിലെ സമ്പത്തിലും പദവികളിലും ഇങ്ങനെ ചെകഞ്ഞു നടക്കാനായിട്ടല്ല നമ്മൾ ജനിച്ചിരിക്കുന്നത്. അവൻ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവന്റെ വിശുദ്ധി പ്രാപിച്ച് ആകാശമണ്ഡലത്തിൽ പറന്നുയരുവാൻ വേണ്ടിയാണ്. അതിനാണ് ട്രെയിനിങ് ആവശ്യമായിരിക്കുന്നത്, അതിനാണ് ശിക്ഷണം ആവശ്യമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും ഈ അശുദ്ധിയിൽ ഇങ്ങനെ ചെകഞ്ഞു നടക്കുന്ന ആ അവസ്ഥ മാറ്റിയിട്ട് ഒരു കഴുകനെ പോലെ അവന്റെ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് മുകളിലേക്ക് പറന്നുയരേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. അങ്ങനെ പറന്നുയരുവാൻ വേണ്ടിയാണ് നമ്മളെ അവൻ ജനിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും ഈ അശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ ചിന്തിക്കരുത്. പറന്നുയരുക, വിശുദ്ധമായി ജീവിക്കുക. അങ്ങനെ വിശുദ്ധിയിലേക്ക് ഉയരുവാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ, അതിന്റെ അവസാനത്തെ വാക്യം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കണം. 12-ാമത്തെ വാക്യത്തില്, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുവിൻ. നമുക്കൊരു പോരാട്ടമുണ്ട്, നമുക്കൊരു ഓട്ടമുണ്ട്. നമുക്കൊരു ഓട്ടമുള്ളത് കൊണ്ട് നമ്മുടെ കാലുകളെ നമ്മൾ നേരെയാക്കണം, എന്നാലേ നമുക്ക് ഓടാൻ കഴിയത്തുള്ളൂ. നമുക്കൊരു പോരാട്ടമുള്ളത് കൊണ്ട് നമ്മുടെ കൈകൾ, തളർന്നു കിടക്കുന്ന കൈകളെ നമ്മൾ ശക്തീകരിക്കണം, എന്നാലേ നമുക്ക് പോരാടാൻ കഴിയത്തുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കാലുകൾ കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? നിവർത്തണം. ഇപ്പൊ ചെറിയ ഒരു ഉളുക്കുണ്ട്, പക്ഷെ ആ ഉളുക്ക് നിങ്ങൾ മാറ്റി എന്ത് ചെയ്യണം? മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഞാൻ അതിനെക്കുറിച്ച് പെട്ടെന്ന് പറയാം. ഇപ്പൊ ഒരു മുടന്തുണ്ട്, നടക്കാൻ ഒരു ചെറിയ പ്രയാസമുണ്ട്, പക്ഷെ അതിനെ നേരെയാക്കിക്കൊണ്ട് നീ എന്ത് ചെയ്തോണം? നടന്നോണം. ഇത് ശരിയാക്കിയിട്ട് വേണം നിനക്ക് ഓടാൻ. നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ ഈ കാലിന്റെ പ്രതിസന്ധികളൊക്കെ നീ മാറ്റണം. നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പോരാട്ടത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ തൂങ്ങിക്കിടക്കുന്ന കൈകളൊക്കെ നീ ഒന്ന് ഉയർത്തണം, ഒന്ന് ശക്തീകരിക്കണം. ദൈവത്തിന്റെ ജീവൻ നിന്നിലേക്ക് ഒഴുകി വരണം. എങ്ങനെയാ എൻ്റെ തളർന്ന കാലും കുഴഞ്ഞ മുഴങ്കാലും നേരെയാകുന്നത്? എൻ്റെ തൂങ്ങിക്കിടക്കുന്ന കൈ ശരിയാകണം. എന്ത് ചെയ്യണം? ഐ നീഡ് ലൈഫ്. യേശുവിൽ നിന്ന് ജീവൻ പ്രാപിച്ചുകൊണ്ട് എൻ്റെ കൈകളെ ഞാനൊന്ന് ശക്തിപ്പെടുത്തണം. ജീവൻ എന്നിലേക്ക് പകരണം. യേശുവിൽ നിന്ന് ജീവൻ സ്വീകരിക്കണം. എൻ്റെ കാലിലേക്ക് അവന്റെ രക്തം ഒഴുകി വരണം. എൻ്റെ കൈകളിലേക്ക് അവന്റെ രക്തം ഒഴുകി വരണം. ഞാൻ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലുണ്ടായിരുന്നപ്പോൾ ഒരു യുവാവിനെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കാലിലേക്ക് രക്തം ഒഴുകി പോകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? കാലനക്കാൻ പറ്റുന്നില്ല, ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞത് മുറിച്ച് കളയണം. കാര്യം എന്താണ്? ബോഡിയിലേക്ക് ബ്ലഡ് ഒഴുകി വരുന്നില്ല, അതിന്റെ വെയിൻസ് എല്ലാം അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഇതുപോലെ നമ്മുടെ കാലുകൾ ഉളുക്കി പോകുന്നതും ഒക്കെ എന്തുകൊണ്ടാണെന്നറിയാമോ? അവന്റെ രക്തം നമ്മിലൂടെ ഒഴുകി വരാത്തത് കൊണ്ടാ. നമ്മുടെ കൈകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതെന്നറിയാമോ? അവന്റെ ജീവൻ നമ്മളിലേക്ക് ഒഴുകി വരാത്തത് കൊണ്ടാ. അതുകൊണ്ട് നിങ്ങളുടെ കാലുകളെ നിങ്ങൾ ശക്തിപ്പെടുത്തുവിൻ. എങ്ങനെ ശക്തിപ്പെടുത്താൻ കഴിയും? നിങ്ങളുടെ കൈകളെ നിങ്ങൾ ശക്തിപ്പെടുത്തുവിൻ. എങ്ങനെ ശക്തിപ്പെടുത്താൻ കഴിയും? യേശുവിന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകി വന്നാലേ പറ്റത്തുള്ളൂ. യേശുവിന്റെ ജീവനെ എന്നിലേക്ക് ഞാൻ ഒഴുകണം. അവനിൽ നിന്ന് ഞാനിത് സ്വീകരിക്കണം. അങ്ങനെ ഒഴുകി വന്നിട്ട് എന്റെ കാലൊന്ന് ശരിയായിട്ട് വേണം അവന്റെ വിശുദ്ധി പ്രാപിക്കാനായിട്ട് ഓടാൻ. എനിക്കൊരു ലക്ഷ്യമുണ്ട്, അവന്റെ വിശുദ്ധി പ്രാപിക്കുന്നതിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കണം. അതിനെനിക്ക് ശക്തി വേണം. എനിക്കൊരു പോരാട്ടമുണ്ട്. എന്താ പോരാട്ടം? ശത്രുവിന്റെ കോട്ടകളെ വലിച്ച് താഴെ ഇറക്കാൻ. അല്ലാതെ എങ്ങനെങ്കിലും പിശാചി വരുമ്പോഴത്തേക്ക് തടഞ്ഞു നിർത്താനല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത്, സഭയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഭാഗം എന്താണെന്നറിയാമോ? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. എന്താ അതിന്റെ അർത്ഥം? സാത്താൻ വരുമ്പോൾ നമ്മളെ അത് ജയിക്കത്തില്ലെന്നല്ല പ്രത്യുത. പാതാള ഗോപുരങ്ങൾ, ഗേറ്റ്സ് ഓഫ് ഹെൽ, ഗേറ്റ്സ് ഓഫ് ഹെയ്റ്റ്സ്, പാതാളത്തിന്റെ ഗോപുരങ്ങൾ. ഗോപുരം ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരികയല്ലാണോ? അല്ല. വാതിൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരികയാണോ? അല്ല. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? സഭ പാതാളത്തിന്റെ വാതിൽക്കലേക്ക് മാർച്ച് ചെയ്ത് മുന്നേറുമ്പോൾ സഭയുടെ ശക്തിക്ക് നേരെ പിടിച്ചു നിൽക്കാൻ പാതാളത്തിന്റെ ഗോപുരങ്ങൾക്ക് കഴിയുകയില്ലെന്നാണ് യേശു പറഞ്ഞത്. അല്ലാതെ പാതാളം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ ജയിക്കുമെന്നല്ല, നമ്മളെ ഉപദ്രവിക്കത്തില്ലെന്നല്ല. വി ആർ എ മിലിറ്ററി ചർച്ച്. നമ്മുടെ സഭ ഒരു സൈനിക ശക്തിയാണ്. പിശാചിന്റെ കോട്ടകളെ ഇടിച്ച് തകർക്കാൻ ഉള്ള ബലം നമ്മിലേക്ക് അവൻ പകർന്നു തന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കൈകൾ എന്ത് ചെയ്തിരിക്കുക? ഇപ്പം
തൂങ്ങിക്കിടക്കുക. ഈ കൈയിലേക്ക് യേശുവിന്റെ ജീവൻ ഒന്ന് ഒഴുകി വന്നിട്ട് വേണം, ഇതൊന്ന് ശരിയായിട്ട് വേണം പാതാളത്തിന്റെ ഗോപുരങ്ങളെ തകർത്ത് അതിനകത്ത് അടിമകളായി കിടക്കുന്ന മനുഷ്യനെ വിടുവിച്ച് യേശുവിന് വേണ്ടി നേടുവാനായിട്ട്. അതിനുവേണ്ടി എൻ്റെ കൈകൾ ശക്തമാകണം, എൻ്റെ കാലുകൾ ശക്തമാകണം, എൻ്റെ മുഴങ്കാലുകളെ ശക്തിപ്പെടുത്തണം, എൻ്റെ കൈകളെ പോരിനായി ഒരുക്കണം, ശത്രുവിന്റെ ഒളിവിടങ്ങൾ ഇടിച്ച് നിരത്തി എൻ്റെ പാത നേരെയാക്കി മാർച്ച് ചെയ്യാനുള്ള ഒരു വലിയ ഒരു റോഡ് എനിക്കുണ്ടാക്കണം. ആത്യന്തികമായി 13-ാം വാക്യത്തിൽ ഇപ്പോഴത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. യു നീഡ് ടു സ്ട്രെങ്തൻ യുവർ വീക്ക്നെസ്, യു നീഡ് ടു ലിഫ്റ്റ് യുവർ ഡ്രൂപ്പിംഗ് ഹാൻഡ്സ് സോ ദാറ്റ് what is lame may not be put out of joint but rather be healed. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇപ്പോൾ മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ, അതായത് ഇപ്പം മുടന്തേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഉളുക്കിപ്പോകും. മലയാളത്തിലെ വാക്ക് അതാണ്, പക്ഷെ അതല്ല അതിന്റെ അർത്ഥം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുടന്തുള്ളത് നിങ്ങൾ ഹീല് ചെയ്തില്ലെങ്കിൽ ജോയിന്റ് വിട്ടുപോകുമെന്ന് അതിന്റെ അർത്ഥം. ജോയിന്റ് വിട്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ശരിയാക്കാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ തകർന്നു പോകുമെന്ന് അതിന്റെ അർത്ഥം. അതാ ഇതിന്റെ വാണിംഗ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ അത് പറഞ്ഞാൽ എനിക്ക് തീർക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വലിയൊരു അവസരം തന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നമ്മളുടെ കുഴഞ്ഞ മുഴങ്കാലുകളിലേക്ക് അവന്റെ ജീവൻ പകർന്നിട്ട് അതിനെ ശക്തീകരിക്കുവാൻ, ഹീൽ ചെയ്യാനായിട്ട്. നമ്മളുടെ തളർന്നു കിടക്കുന്ന കൈകളിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകി വന്നിട്ട് നേരെയാക്കുവാനായിട്ട് എന്താണ്? അവന്റെ ജീവൻ പകർന്ന് നമ്മളുടെ കൈകൾ ശരിയാക്കാൻ ഒരു അവസരം തന്നിരിക്കുകയാണ്. ഇതിനെ നിഷേധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മടങ്ങി വരുവാൻ കഴിയാത്ത നിലയിൽ നിങ്ങളുടെ കൈകളുടെയും കാലുകളുടെയും ജോയിന്റ് വിട്ടുപോകുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ തകർന്നു പോകും. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ കർത്താവിനോട് പറയണം, കർത്താവേ, നിന്റെ വിശുദ്ധി പ്രാപിക്കുവാനുള്ള ഈ ഓട്ടത്തിൽ പിശാചിന്റെ കോട്ടകളെ ഇടിച്ച് തകർത്ത് ജനങ്ങളെ അവൻ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുവാനുള്ള ഈ പോരാട്ടത്തിൽ തകർന്നു പോകാതിരിക്കേണ്ടതിന് എൻ്റെ കാലുകളെയും കൈകളെയും നീ ശക്തിപ്പെടുത്തണമേ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഓ ജീസസ്, വി പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് മുമ്പിൽ ഒരു ഓട്ടമുണ്ട്, നമുക്കൊരു പോരാട്ടമുണ്ട്. ഈ ഓട്ടത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ കർത്താവിനെ പോലെ ആവുക, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക, അവന്റെ വിശുദ്ധി പ്രാപിക്കുക, അവനെ പോലെ ആയിത്തീരുക. അവനെ പോലെ ആകുന്നതിന് തടസ്സമായി നമ്മിൽ നിൽക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ് നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പാപങ്ങൾ. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാതിരിക്കേണ്ടതിന് നമ്മിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായ പാപങ്ങൾ. പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കഥയുടെ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയാം. മൈക്കലാഞ്ചലോയും അദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും കൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ ഒരു ചെറിയ മാർബിൾ കഷണം മൈക്കലാഞ്ചലോ കയ്യിലെടുത്തു. കൂട്ടുകാരൻ ചോദിച്ചു, നീ എന്ത് ചെയ്യാൻ പോവുക ഈ മാർബിൾ കല്ലുകൊണ്ട്? മൈക്കലാഞ്ചലോ പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന്, ഈ കല്ലിൽ നിന്ന് ഒരു മാലാഖയെ ഉണ്ടാക്കാൻ പോകുകയാണ്. കൂട്ടുകാരൻ ചോദിച്ചു, അതെങ്ങനെയാ പറ്റുന്നത്? മൈക്കലാഞ്ചലോ പറഞ്ഞു, ഞാൻ ഇതിലൊരു മാലാഖയെ കാണുന്നു, അതിന് യോജിക്കാത്തതെല്ലാം ഞാൻ ചെത്തിക്കളയുന്നു. പ്രിയമുള്ളവരെ, നമ്മിലൊക്കെ ദൈവം, ശില്പിയായ ദൈവം ഒരു രൂപം കണ്ടുവച്ചിട്ടുണ്ട്, യേശുവിന്റെ രൂപം. വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ആ യേശുവിന്റെ രൂപത്തിന് യോജിക്കാത്തതെല്ലാം ചെത്തിക്കളയുക എന്നുള്ളതാണ്. നമ്മൾ വലിച്ചു കൂട്ടിയിരിക്കുന്ന ജങ്കും, നമ്മുടെ ആകുല ചിന്തകളും, നമ്മുടെ മുറുകെ പറ്റുന്ന പാപങ്ങളും യേശുവിന്റെ രൂപം നാം പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന, പറ്റിപ്പിടിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് രാത്രിയിൽ അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ എറിഞ്ഞു കളയണം. നമ്മുടെ ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപങ്ങളും എറിഞ്ഞു കളയുമ്പോൾ അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു രൂപമുണ്ട്, അത് യേശുവിന്റെ രൂപമായിരിക്കും. അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. ഈ ഓട്ടത്തിൽ യേശു ഓടിത്തീർത്ത ഈ ഓട്ടം, പഴയ നിയമ വിശുദ്ധന്മാർ ഓടിത്തീർത്തതായ ഈ ഓട്ടം, യേശു ക്രിസ്തുവിന്റെ മരണം മുതൽ ഇതുവരെയുള്ള സകല വിശുദ്ധന്മാരും ഓടിത്തീർന്നതായ ഈ ഓട്ടം, ഈ ഓട്ടത്തിൽ അവർ സാക്ഷികളായി ചുറ്റും കൂടി നിൽക്കുമ്പോൾ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ നമ്മുടെ സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അവിടെ വെച്ചിരിക്കുന്ന ഹഡിൽസ് ഉണ്ട്, അപമാനവും ക്രൂശും. അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് മുറിച്ചു കളയരുതേ ക്രൂശിന്റെ അറ്റം. അവന്റെ വിശുദ്ധിയിലേക്കുള്ള നീളം അളന്ന എനിക്കൊരു ക്രൂശ് തന്നിരിക്കുന്നത്. എന്റെ ക്രൂശ് എന്നിൽ നിന്ന് യേശുവിന്റെ വിശുദ്ധിയിലേക്കുള്ള ദൂരമാ. അതിലൊരു ഇഞ്ചെങ്കിലും മുറിച്ചു കളഞ്ഞാൽ എനിക്കൊരു പാലം പണിയാൻ കഴിയത്തില്ല, എനിക്ക് അവന്റെ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാൻ കഴിയുമോ? യെസ് ലോർഡ്, ഐ എം ലേയിങ് എസൈഡ്. ഞാൻ എറിഞ്ഞു കളയുന്നു എൻ്റെ സകല ഭാരവും, എൻ്റെ ആകുല ചിന്തകളും, എൻ്റെ മുഴുവൻ പാപങ്ങളും, മുറുകെ പറ്റുന്ന എല്ലാ പാപങ്ങളും ഞാൻ എറിഞ്ഞു കളയുന്നു. എത്ര പേര് പറയും, കർത്താവേ,
അപമാനത്തെ ഞാൻ അലക്ഷ്യമാക്കുന്നു. ഞാൻ പലപ്പോഴും അതിനകത്ത് വറീഡായി പോയിട്ടുണ്ട്. ക്രൂശിനെ ഞാൻ സഹിക്കുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതെന്തുകൊണ്ടാണ് എനിക്ക് പറ്റിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ക്രൂശ് നമ്മുടെ എല്ലാ പരാതികളും ഇല്ലായ്മയാക്കുകയാണ്. അവൻ സഹിക്കാത്തതൊന്നും നമ്മൾ സഹിക്കുന്നില്ല. എന്തുകൊണ്ട് നാം ക്രൂശിനെ സഹിക്കണം? എന്തുകൊണ്ട് അപമാനം അലക്ഷ്യമാക്കണം? എന്തുകൊണ്ട് പാപത്തെ എറിഞ്ഞു കളയണം? എന്തുകൊണ്ട് ഭാരങ്ങളെ എറിഞ്ഞു കളയണം? കാര്യം നമ്മിലൊരു രൂപമുണ്ട്, യേശുവിന്റെ രൂപം. ആ രൂപത്തിന് യോജിക്കാത്തതിനെ എല്ലാം ചെത്തിക്കളയണം. അവന്റെ വിശുദ്ധിയിലേക്ക് നീളുന്ന ഒരു ക്രൂശ് എന്നിലുണ്ട്. ആ ക്രൂശിന്റെ നീളം കുറയ്ക്കാതെ അവനിലേക്ക് ഞാൻ നടന്നു കയറണം. അതിനുവേണ്ടിയാണ് സകല ഡിസിപ്ലിൻസും. ഡിസിപ്ലിൻ എനിക്ക് കർത്താവ് തരുന്നത് അവന്റെ വിശുദ്ധി പ്രാപിക്കാനാണ്. ഇന്ന് രാത്രിയിൽ ഇപ്പോഴുളുക്ക് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ മുടന്ത് മാത്രമേ ഉള്ളൂ. ഇത് മാറാൻ അവന്റെ രക്തം, അവന്റെ വിശുദ്ധി എന്നിലൂടെ ഒന്ന് ഒഴുകിയാ മതി. അപ്പോൾ എന്റെ കുഴഞ്ഞ മുഴങ്കാല് ശക്തമായി തീരും, എന്റെ തളർന്ന കൈകൾ ശക്തമായി തീരും, എന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ എനിക്ക് ശക്തി ലഭിക്കും. പോരാട്ടത്തിൽ പിശാചിന്റെ കോട്ടകളെ ഇടിച്ചു കളയുവാനുള്ള ശക്തി എന്റെ കൈകൾക്ക് പകർന്നു തരുവാൻ യേശുവിന്റെ സ്വഭാവം എന്നിലേക്ക്, യേശുവിന്റെ വിശുദ്ധി എന്നിലേക്ക് ഒഴുകി വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് കഴിയും. എന്നാൽ അതിന് പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഹീൽ ചെയ്യാൻ കഴിയപ്പെടാത്തതുപോലെ, സുഖപ്പെടുത്തുവാൻ കഴിയാത്തതുപോലെ ജോയിന്റ് വിട്ടുപോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജോയിന്റ് വിട്ടുപോകാതിരിക്കേണ്ടതിന് ഇപ്പോൾ നമ്മിലൂടെ യേശുവിന്റെ വിശുദ്ധി ഒഴുകേണ്ടതിന് വേണ്ടി എല്ലാ തടസ്സങ്ങളെയും, നമ്മളുടെ എല്ലാ ആർട്ടറിക് ബ്ലോക്ക്, നമ്മളുടെ വെയിൻസിലുള്ള എല്ലാ ചെറിയ തടസ്സങ്ങളെയും ദൂരീകരിച്ച് നമ്മിലേക്ക് അവന്റെ രക്തം ഒഴുകി വരുവാൻ, നമ്മിലേക്ക് അവന്റെ വിശുദ്ധി ഒഴുകി വരുവാൻ, നമ്മിലേക്ക് അവന്റെ ജീവൻ ഒഴുകി വരുവാൻ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. എത്ര പേര് പറയും, കർത്താവേ, നിന്റെ വിശുദ്ധി പ്രാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ എന്റെ സകല ഭാരത്തെയും സകല പാപങ്ങളെയും ഞാൻ എറിഞ്ഞു കളയുന്നു. കർത്താവെ, അപമാനത്തെ അലക്ഷ്യമായി കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിന്റെ നീളം കുറയ്ക്കുവാൻ ഞാൻ ഇനി ഒരിക്കലും ആവശ്യപ്പെടത്തില്ല. സംതൃപ്തിയുടെ ലോകത്തിൽ നീ സഹിച്ച ആ ക്രൂശിനെ നോക്കി അതിനെ ധ്യാനിച്ച് സംതൃപ്തിയോടെ എൻ്റെ ജീവിതം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയും എനിക്ക് നിന്റെ വിശുദ്ധി പ്രാപിക്കണം. നിന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകട്ടെ. എത്ര പേര് പ്രാർത്ഥിക്കും, നിന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകട്ടെ. എൻ്റെ കാലുകൾ, മുഴങ്കാലുകൾ തളർന്നിരിക്കുകയാ. ഓട്ടമോടാൻ കഴിയാതെ വണ്ണം ഞാനിങ്ങനെ മുടന്തി നടക്കുകയാ. കർത്താവേ, എൻ്റെ കാലിനെ നീ ഹീൽ ചെയ്യണമേ. കർത്താവേ, എൻ്റെ കൈകൾ തളർന്നു കിടക്കുകയാ. നിന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകട്ടെ. കർത്താവെ, പിശാച് എന്നെ ആക്രമിക്കുമെന്ന് പേടിച്ച് ഞാനിങ്ങനെ ഒതുങ്ങി കൂടിക്കഴിയുകയാ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്നു, അല്ല കർത്താവെ, നിന്റെ കൈകൾ, നിന്റെ ജീവൻ എൻ്റെ കൈകളിലേക്ക് ഒഴുകി വന്നിട്ട് ശക്തിയോടുകൂടെ ചെന്ന് സാത്താന്റെ കോട്ടകളെ വലിച്ച് താഴെ ഇറക്കുവാനുള്ള ശക്തി എന്നിലേക്ക് നിന്ന് പകർന്നു തരണമേ. എൻ്റെ ഓട്ടം ഞാൻ ഓടട്ടെ നിന്റെ വിശുദ്ധി പ്രാപിക്കാൻ. എൻ്റെ പോരാട്ടം ഞാൻ പോരാടട്ടെ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ. ഹല്ലേലൂയ. പാതാളത്തിന്റെ ഗോപുരങ്ങളെ ഇടിച്ച് തകർത്തിട്ട് പിശാച് അടിമകളാക്കി വെച്ചിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ ശക്തി എന്നിലേക്ക് പകരണമേ കർത്താവേ. നിന്റെ വിശുദ്ധിയിൽ ജീവിപ്പാൻ ഇന്ന് നീ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.